ഹലോ സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്വന്തം നിഫി മിസ് എത്തിയിരിക്കുന്നു. നമ്മൾ ജിയോഗ്രഫിയിലെ 3rd ചാപ്റ്ററിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെക്ഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സെക്ഷൻ്റെ പ്രത്യേകത എന്തുവായിരുന്നു? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ അവിടുത്തെ ഒരു വ്യവസ്ഥിതിയെ പറ്റി, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞു. അവിടുത്തെ മഞ്ഞ് എങ്ങനെയാണ്, മഴ എങ്ങനെയാണ്, വെയിലൊക്കെ എത്രയുണ്ട്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മിസ് ഇന്ന് ഈ സെക്ഷനിൽ പറയുന്നത് അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലൂടെ മിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കാണ്, നാച്ചുറൽ വെജിറ്റേഷൻ. അതായത് അവിടുത്തെ പ്ലാന്റ്സ്, ട്രീസ്, ആനിമൽസ്, പിന്നീട് ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു ഇൻട്രാക്ഷൻസ്, അവരെങ്ങനെയാണ് അവിടെ ഉള്ളത്, പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാണ്. നാച്ചുറൽ വെജിറ്റേഷൻ. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ? ഫസ്റ്റ് ഫീച്ചർ ഈസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്? ഫോറസ്റ്റ് ഇങ്ങനെ ലക്ഷൂറിയൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ആമസോൺ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക, ഇന്തോനേഷ്യ ആൻഡ് മലൈ പെൻസുല ആൻഡ് ന്യൂ ഗിനി. ഇവിടെ ഇത്രയും ഏരിയകളിലാണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ കാണപ്പെടുന്നു. അനദർ ഫീച്ചർ ഈസ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് നമ്മൾ സിംപ്ലി പറയാം. എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് ഇവിടെ വിളിക്കാനുള്ള പ്രധാന കാരണം, ഇവിടെ ട്രീസ് ഒക്കെ ഭയങ്കര ഇടതൂർന്ന് നിൽക്കുന്ന ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഇവിടെ ഡെൻസ് ഫോറസ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അതായത് പ്ലാന്റ്സും ട്രീസും ഒക്കെ ഇടതൂർന്ന് നിൽക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് സീസൺ ഇല്ല. ഇപ്പോഴാണ് ഇല ഒഴിയുന്നത്. നമ്മൾ അറിയത്തില്ല, ഫാള് വരുന്നു, സ്പ്രിങ് വരുന്നു, സമ്മർ വരുന്നു, ഹോട്ട് വരുന്നു, ഇങ്ങനെ വിന്റർ വരുന്നു. ഇങ്ങനെ ഓരോ സീസൺ നമുക്ക് തിരിക്കാൻ സാധിക്കും. എന്നാൽ ഈ ഏരിയാസിൽ പ്രത്യേകിച്ച് അങ്ങനെ തിരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് അവിടെ എപ്പോഴും ലീവ്സിൻ്റെ ഷെഡിങ്, പ്ലാന്റ്സ് ആണെങ്കിൽ ഫ്ലവറിങ് നടത്തുന്നുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഫീച്ചർ എപ്പോഴും ഇങ്ങനെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തും ചിലപ്പോൾ 1-2 ട്രീസ് ആയിരിക്കും. അങ്ങനെ ഓരോ ഏരിയയിൽ നിന്ന് എന്താണ്, നോ പർട്ടിക്കുലർ സീസൺ ഫോർ സീഡിങ്, ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, ഷെഡിങ് ലീവ്സ്. ഇങ്ങനെ പർട്ടിക്കുലർ സീസൺ, അതായത് എപ്പോഴും ത്രൂ ഔട്ട് ഒരു ഗ്രീൻ ഏരിയ ആണ്. അതുകൊണ്ടാണ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വർഷം മുഴുവനും ഈ ഒരു റൗണ്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സീസൺ ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ആമസോൺ ബേസിനെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് സെൽവാസ്? പേര് തിരിഞ്ഞു പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. സെൽവ എന്ന് നമ്മൾ പറയത്തില്ലേ, അതായത് സെൽവാസ് എന്നാണ് ആമസോൺ ബേസിന്റെ പേര്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെൽവാസ് എന്നാണ് ആമസോൺ ബേസിനെ പർട്ടിക്കുലർലി വിളിക്കുന്നത്. ഇനി ഈ എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന ട്രീസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രീസ് എന്ന് പറയുമ്പം പ്രധാനമായും അവിടെ വരുന്നത് നമ്മുടെയൊക്കെ വീട്ടുകളിൽ ചിലപ്പം ഉള്ളൊരു ഫേമസ് ഇതാണ് മഹാഗണി. അത് ഓർത്തിരിക്കുകയല്ല, എന്താണ് മഹാഗണി? എല്ലാവരും ഒരു ഓൾമോസ്റ്റ് നമ്മുടെ അടുത്തൊക്കെ തന്നെയും ഈ മഹാഗണി ഉണ്ടാവും. അനദർ ട്രീസ് എബണി, നെക്സ്റ്റ് ഈസ് സിൻഗോണ, അനദർ ഈസ് റോസ്വുഡ്. ഈ ട്രീസ് ആയിരിക്കും അവിടെ കൂടുതലും ഉള്ളത്. ഇനി ഒരു പ്ലാന്റ്സ്, ഒരു ഗ്രോയിങ് ഇതിലേക്ക് പോകുകയാണെങ്കിൽ, പുൽവർഗ സസ്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ സ്മോളർ പ്ലാന്റ്സ്, ക്ലൈംബിംഗ് പ്ലാന്റ്സ് ലൈക്ക് ലിയാനാസ്, എപ്പിഫൈറ്റ്സ് ലൈക്ക് ഓർക്കിഡ്സ്. അത് വള്ളിച്ചെടികൾ പോലെ മഴവാഴകളുണ്ട്. അതേപോലെ തന്നെ ചെറുപനകളൊക്കെ ഉണ്ട്. പിന്നെ പുൽവർഗ സസ്യങ്ങളാണ് പരാഗ സസ്യങ്ങൾ, പന്നൽ ചെടികൾ, ലാറിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം
ഒരു ട്രീസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എബണി, മഹാഗണി, സിൻഗോണ, റോസ്വുഡ് ആണ്. അത് മെയിൻലി ഓർത്തിരിക്കുക. ഈ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഫീച്ചറാണ്, ഇറ്റ് ഹാസ് എസ്പെഷ്യലി മലേഷ്യൻ ഒരു റെയിൻ ഫോറസ്റ്റിലാണ്. ഇവിടെയാണ് മലേഷ്യൻ റെയിൻ ഫോറസ്റ്റിന്റെ പ്രത്യേകതയാണ്. അവിടെ 200 സ്പീഷീസ് ഓഫ് 200 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് എവിടെയാണ് ഫൗണ്ട് ഇൻ ആൻ ഏക്കർ ഓഫ് എ ഫോറസ്റ്റ്. ഒരേക്കറിൽ തന്നെ 200 സ്പീഷീസ് ആയ പ്ലാന്റ്സുകൾ മലേഷ്യൻ റെയിൻ ഫോറസ്റ്റുകളിൽ ഉണ്ട്. ദാറ്റ് മീൻസ് അപ്പൊ നമുക്ക് അതിന്റെ എത്രമാത്രം വലുപ്പമുണ്ട്, അതുകൊണ്ടാണ് അതിനെ ഡെൻസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അവിടുത്തെ ഒരു ട്രീകളുടെ പ്രത്യേകത നോക്കാം. ഈ ട്രീകൾ വളരുന്നത് പറഞ്ഞില്ലേ, മറ്റേ പുൽവർഗ സസ്യങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞു, സ്മോൾ പ്ലാന്റ്സ്, ക്ലൈംബിംഗ് പ്ലാന്റ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വലിയ വലിയ ട്രീയുടെ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു പ്ലാന്റ്സ് ഓർ ട്രീസ് വളരുന്നതിന്റെ ഹൈറ്റും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇങ്ങനെ ഇടതൂർന്ന് വളരുന്നതുകൊണ്ട് ഓരോ പ്ലാന്റ്സിന്റെയും ഹൈറ്റ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. കാരണം സൺലൈറ്റ് അവിടെ ഡീപ്പായിട്ട് സോയിൽ ലെവൽ വരെ ഇറങ്ങണമെന്നില്ല. ബിക്കോസ് എപ്പോഴും ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ലീവ്സ് ഒക്കെ ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു സൺലൈറ്റ് സോയിലിൽ പതിക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ അവൈലബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പ്ലാന്റ്സ് വളരുന്ന ഒരു ഹൈറ്റ്. ട്രീസ് ഫോം കനോപ്പീസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് അക്കോർഡിംഗ് ടു ദർ ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ചായിരിക്കും അവരുടെ ഒരു സൺലൈറ്റ് വരുന്നതനുസരിച്ചായിരിക്കും അവരുടെ ആ ഒരു കനോപ്പിക് ലെവൽ. അത് ഒരു എന്തെങ്കിലും നമ്മൾ പറയത്തില്ലേ, ഒരു ഷീറ്റ് ഇട്ട് വിരിച്ച മാതിരി ഇങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ ഒരേ ഹൈറ്റിലുള്ളവരുണ്ടാവും, എന്നാൽ ചിലർ ഒരേ സെറ്റ് ഓഫ് ഹൈറ്റിൽ ഇങ്ങനെ ഉണ്ടാവും, ചിലർ അടുത്ത സെറ്റ് ഓഫ് ഹൈറ്റിൽ വരുന്നവരാണ്. അങ്ങനെ 3 സെറ്റായിട്ടാണ് തിരിച്ചറിയുന്നത്. ഫസ്റ്റ് സെറ്റ് ഈസ് ലോവർ ലെവൽ. ഏതാണ്? ലോവർ ലെയർ. അത് വരുന്ന 0 to 30 ഫീറ്റ് ആണ്. 0 to 30 ഫീറ്റ് ആണ്. Another level is intermediate layer. ഏതാണ്? Intermediate layer. അത് വരുന്ന 30 to 60 ഫീറ്റ് ആണ്. എത്രയാണ്? 30 to 60 ഫീറ്റിലേക്ക് വരുന്നുണ്ട്. Another layer is മറ്റൊരു ലെയറാണ് അപ്പർ ലെയർ എന്ന് പറയുന്നത്. അപ്പർ ലെയർ ഈ വലിയ ട്രീസ് ഒക്കെ വരുന്നത് ആ ഒരു ലെയറിലാണ്. അപ്പർ ലെയർ ദാറ്റ് ഈസ് 60 മുതൽ 550 വരെ എന്ന് പറയുന്നു. അത് പറഞ്ഞല്ലേ, സൺലൈറ്റിന്റെ ഒരു ഡിഫറൻസ് അനുസരിച്ച് 550 അബോവ് ആവും. 60 അബോവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 550 എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ടെസ്റ്റിൽ 550 ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 550യുടെ ഒരു പോയിന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും 60 അബോവ് അല്ലെ ഒരു 550 വരെ ഒരു മാക്സിമം വരുന്ന അവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പം സൺലൈറ്റിന്റെ ഒരു കോൺസെൻട്രേഷൻ പോലെ ഇരിക്കും, കിട്ടുന്നതനുസരിച്ചിരിക്കും പ്ലാന്റ്സിന്റെ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന. അതിന് പ്രകാരം 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് നമ്മൾ ട്രീസ് ആൻഡ് പ്ലാന്റ്സിനെ പറ്റി പറഞ്ഞു. ഇനി മിസ് പറയാൻ പോകുന്നത് അവിടുത്തെ വൈൽഡ് ലൈഫ്, അതായത് ബേർഡ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ബേർഡ്സ് ആൻഡ് ആനിമൽസ്, വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫ് മിസ് പറഞ്ഞല്ലോ, അവിടെ ഷെഡിങ് ഒക്കെ കൂടുതലാണ്, അതായത് ലീവ്സ് ഒക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പൊ ആ സോയിലിൽ കൂടി പോവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് അല്ലേ. അതുകൊണ്ട് തന്നെ സോയിലിൽ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആനിമൽസും സ്റ്റേ ചെയ്യുന്ന ഈ ട്രീസിലാണ്. ട്രീസിൽ തന്നെയാണ് ആനിമൽസ് അവരുടെ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ആനിമൽസിനെ
those animals which spend most of their lives in trees are called arboreal ജീവിs. എന്താണ് arboreal animals? arboreal, ARBOREL, arboreal. നമ്മളറിയത്തില്ല അറുബോറൻ എന്നൊക്കെ പറയത്തില്ലേ? അതെ, താഴോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ കൂടുതലും മരങ്ങളുടെ മേളിൽ തന്നെ സ്റ്റേ ചെയ്യണം. താഴെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ലീവ്സ് ഒക്കെ ഇങ്ങനെ ചിലപ്പം ഹൈറ്റിലായിരിക്കും. നല്ല ഹൈറ്റ് വരെയോളം ഈ ലീവ്സിന്റെ ഷെഡിങ് ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഡീകമ്പോസിഷൻ നടക്കാൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് കൂടുതലും ഒരു ട്രീസിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആനിമൽസിനെ എന്താ വിളിക്കുന്നത്? arboreal ആനിമൽസ്. എന്താണ്? ട്രീസിൽ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന ആനിമൽസിനെയാണ് വിളിക്കുന്നത് ആനിമൽസ്. ഇത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ഒരു ഫീച്ചറാണ്. ഈ ആനിമൽസിന്റെ ഒരു ഫീച്ചറാണ്. അതിൽ അവിടെ ഉള്ള ആനിമൽസിൽ എക്സാമ്പിൾസ് ആണ് നമ്മുടെയൊക്കെ പൂർവികരെന്ന് നമ്മൾ കണക്കാക്കുന്ന ഒറാങ്കുട്ടൻ, മങ്കി, അലിഗേറ്റർ, ഹിപ്പോപ്പൊട്ടാമസ്. ഇതൊക്കെയാണ് മെയിൻലി അവിടെ കാണപ്പെടുന്ന ആനിമൽസ്. ഇനി ബേർഡ്സ് പറയുമ്പോൾ പാരറ്റ്സ്, ഹോൺബിൽ. പാരറ്റ്സും ഹോൺബിൽസും അവിടെ കാണപ്പെടുന്നുണ്ട്. ബേർഡ്സിന്റെ കാര്യം നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യവും പറഞ്ഞു, ട്രീസിന്റെ കാര്യം പറഞ്ഞു, ആനിമൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതേപോലെ ബേർഡ്സിന്റെ കാര്യവും പറഞ്ഞു. അപ്പൊ നമുക്കിനി ആലോചിക്കണ്ടേ, നമ്മൾ മനുഷ്യരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? അവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ? അതോ എങ്ങനെയാണ് ജീവിക്കുന്നത്? കാരണം ത്രൂ ഔട്ട് ഇയറിൽ അവിടെ ഈ ലീവ്സ് ഒക്കെ ഷെഡിങ് ആണെന്ന് പറഞ്ഞു. ഈവൻ ദോ അവിടെ ഫ്രൂട്ടിങ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഷെഡിങ് കാരണം എത്രമാത്രം സർവൈവൽ ആണെന്ന് നമുക്കൊരു, അതേപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ സൺലൈറ്റിന്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് മിസ് പറഞ്ഞില്ലേ? അപ്പം എങ്ങനെയായിരിക്കും അത് ഒരു ഹ്യൂമന്റെ സർവൈവൽ? മിസ് പറയാം, ഹ്യൂമൻ സർവൈവൽ എന്ന് തന്നെ പറയാം. ഹ്യൂമൻ ലൈഫ് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് അപ്പൊ മിസ് പറയാൻ പോകുന്ന ഇനി ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്നാണ്, മനുഷ്യ ജീവിതം അവിടെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഫോറസ്റ്റ് ആകുമ്പം മനുഷ്യൻ എന്തായാലും ഉണ്ടാവണമല്ലോ. അപ്പം അവിടെയുള്ള മനുഷ്യരുടെ എസ്പെഷ്യലി കുറച്ച് ഏരിയാസിൽ മാത്രമേ കാണത്തുള്ളൂ. പറഞ്ഞല്ലോ, ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് അവിടെ കുറച്ച് ഏരിയകളിൽ മാത്രമേ ഉള്ളൂ. ബേസിക്കലി 3 റീജിയൻസിലാണ് ഉള്ളത്. ഒന്ന് ആഫ്രിക്കയിലെ പിഗമികളും, അനദർ ഈസ് ആമസോൺ ബേസിലെ ഇന്ത്യൻ ട്രൈബ്സും, നെക്സ്റ്റ് ഈസ് മലേഷ്യയിലെ ഒറാങ് അസ്ലി എന്ന് പറയുന്നവരാണ്. അപ്പൊ ഈ ഒരു വിഭാഗക്കാരാണ്, ഈ ഒരു ഏരിയാസിലാണ് കൂടുതലും അവിടെ ജനവാസം ഉള്ളത്. കാരണം അവിടുത്തെ ഒരു ഫുഡ് അവൈലബിലിറ്റിയും സൺലൈറ്റിന്റെ അവൈലബിലിറ്റിയും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ഏരിയാസിൽ മാത്രമേ ആളുകളുള്ളൂ. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കൊടും കാട്ടിലൊക്കെ താമസിക്കായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അവർക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണത്തില്ല, ജോലിയൊന്നും കാണത്തില്ലായിരിക്കും. അവരെങ്ങനെയായിരിക്കും അപ്പൊ സർവൈവ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഫസ്റ്റ് ഈസ് ഹണ്ടിങ് ആനിമൽസ്. ആനിമൽസിനെ ഹണ്ട് ചെയ്യുക. ഹണ്ടിങ് ആനിമൽസ്. വേട്ടയാണ് പ്രധാനമായും. കാരണം മിസ് പറഞ്ഞില്ലേ അവിടെ ആനിമൽസ് ഉണ്ട്, ആനിമൽസിനെ വേട്ടയാടി ജീവിക്കണം. ആൻഡ് ദർ ഈസ് ഗാദറിങ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. നട്ട്സും ഫ്രൂട്ട്സും, കാരണം ഫ്രൂട്ടിങ് അവിടെ എപ്പോഴും ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഫ്രൂട്ടിങ് എടുക്കുക, ഗ്യാദർ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചതൊരു ഈസിയാണ്. എന്നിരുന്നാലും അവിടെ ഒരു ട്രാവലിംഗ് ഡിഫിക്കൽട്ട് ഉണ്ട്. അനദർ പോയിന്റ്. അനദർ ഈസ് ഫിഷിങ്. അവിടെ ഫിഷിങ് അവർ നടത്താനാണ്. അപ്പം പ്രധാനമായും അവർ എൻഗേജ്ഡ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഹണ്ടിങ് ആനിമൽസ്, ഗ്യാദറിങ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, ആൻഡ് അനദർ ഈസ് ഫിഷിങ്. അപ്പൊ ഏതൊക്കെ ഏരിയസിലായിരുന്നു മിസ് പറഞ്ഞ ഈ ഒരു ഹ്യൂമൻ ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞത്? ആഫ്രിക്കയിലുണ്ട്, ആമസോൺ ബേസിലുണ്ട്. അത് ഒന്ന് ഓർത്തിരിക്കുക, ആമസോൺ ബേസിൽ ഇന്ത്യൻ ട്രൈബ്സ് ആണെന്ന് നമ്മൾ മറക്കത്തില്ലല്ലോ. നമ്മൾ ഇത്തിരി ഫോക്കസ്ഡ്. അനദർ ഈസ് മലേഷ്യയിലാണ്. അപ്പൊ ഈ ഒരു 3 ഏരിയയിൽ പ്രധാനമായും ഉണ്ട്. അവരുടെ ജോബും മിസ് പറഞ്ഞു. ഇനി അവര് ജോബ് ചെയ്യുന്നു, അവര് സർവൈവ് ചെയ്ത് പോകണം. ഈ കായ്കനികൾ മാത്രം ഭക്ഷിച്ചാൽ മതിയോ?
അത് മാത്രം പോരാ, ഇത്തിരി കൂടി വേണം. അപ്പം അവരുടെ അഗ്രികൾച്ചർ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കും. ദാറ്റ് മീൻസ് കൾട്ടിവേഷൻ. എന്താണ് കൾട്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കൾട്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അവർ കൾട്ടിവേഷന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഓൾസോ കോൾഡ് slash and burn agriculture. Slash and burn. എന്താണ് slash and burn agriculture? അതായത് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയും. വെട്ടിച്ചുട്ട് കൃഷി. അപ്പൊ എന്തായിരിക്കും ഈ ഒരു കൃഷിയുടെ? എന്തോ വെട്ടിച്ചു കളയുന്നു, എന്നിട്ട് ചുട്ടെടുക്കുന്നു. അതാണ് പറഞ്ഞത്, ബേൺ എന്നും മിസ് പറഞ്ഞു. ആ ഒരു കൃഷി രീതി എങ്ങനെയാണെന്ന് ചെയ്യാം. അവര് ഫോറസ്റ്റ് ഏരിയാസ് എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തിട്ട് മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവര് കൃഷി ചെയ്യും. പറയാം ഈ ഒരു കൃഷി രീതിയുടെ പ്രത്യേകത. ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ടെന്ന് വിചാരിച്ചു. അവിടെ വലിയ ട്രീസ് ഒക്കെ ഉണ്ട്. ആ ട്രീസ് ഒക്കെ എന്ത് ചെയ്യും? അവർ കട്ട് ചെയ്യും. ഇതെല്ലാം മുറിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യും? അവിടെ കൃഷി ചെയ്യും. അതിനു മുമ്പ് ചെറിയൊരു പദ്ധതിയുടെ അവർ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടി വളക്കൂറ് കിട്ടാൻ വേണ്ടി അവരവിടെ ബേൺ ചെയ്യും. ആ ഏരിയ ബേണിങ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് അവര് ട്രീസ് കട്ട് ചെയ്യുന്നു. കട്ടിങ് ട്രീസ്. നെക്സ്റ്റ് ഈസ് ബേണിങ് ദ ഏരിയ. ബേൺ ചെയ്യുന്നു. എന്നിട്ടായിരിക്കും അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഇതാണ് മിസ് പറഞ്ഞ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അനന്തര നിയമം എന്തായിരുന്നാ പറഞ്ഞേ? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, സ്ഥാനമാറ്റ കൃഷി. ഇനി അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പൊ ഇവര് ഈ ഏരിയയിൽ ഇങ്ങനെ ട്രീസ് കട്ട് ചെയ്യുന്നു, ബേൺ ചെയ്തു, പിന്നെ കൾട്ടിവേഷൻ നടത്തുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ ഏരിയ അങ്ങ് അബാൻഡൻ ചെയ്യും. ഈ ഏരിയ അങ്ങ് വിട്ടേക്കും. അവിടുത്തെ കൃഷിയൊക്കെ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് അവരങ്ങ് വിട്ടേക്കും. എന്നിട്ട് വീണ്ടും അവർ അടുത്ത ഏരിയയിൽ ചെന്നിട്ട് ഇതേപോലെ തന്നെ മരങ്ങളൊക്കെ കത്തിക്കുന്നു, ചെമ്മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നു, കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കത്തിക്കൽ നടക്കുന്നു, കൃഷി ചെയ്യുന്നു, അടുത്ത ഏരിയ വിടുന്നു. മേ ബി അവർ വീണ്ടും ചിലപ്പോൾ പഴയ ഏരിയയിലേക്ക് പോകും. മേ ബി അനദർ ന്യൂ ഏരിയ കണ്ടെത്തുകയും ചെയ്യും. അതായത് അതുകൊണ്ടാണ് ഇതിന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം അവർ ഒരു കൾട്ടിവേഷന്റെ പ്രത്യേകത എന്താണ്? ഷിഫ്റ്റും ചെയ്യുന്നുണ്ട് അവര്. ബേൺ ചെയ്യുക മാത്രമല്ല, ബേൺ ചെയ്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യില്ല. കാരണം അവിടുത്തെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടും. വീണ്ടും ഫെർട്ടിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ആ ഏരിയ അബാൻഡൻ ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകും. മേ ബി പഴയ ഏരിയയിലേക്ക് തിരിച്ചു വരും, അല്ലെ വീണ്ടും അനദർ ന്യൂ ഏരിയ സീക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി അവർ ക്രോപ്സ് ഏതൊക്കെയാണ്? ടപ്പിയോക്ക, യാം, മെയ്സ്, ബനാനാസ്, ഗ്രൗണ്ട് നട്ട്. എന്തൊക്കെയാണ് ക്രോപ്സ്? എന്തൊക്കെയാണ് ക്രോപ്സ്? അവർ കൃഷി ചെയ്യുന്നതാണ്. ടപ്പിയോക്ക, യാം, മെയ്സ്. എന്താണ്? ചോളം. ബനാനാസ്, വാഴ. ബനാനാസ്. ഗ്രൗണ്ട് നട്ട്. ഈ കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. കപ്പലിന്റെ ഒക്കെ ഒരു ഗ്രൗണ്ട് നട്ട്
ലേക്ക് വരും. ആ ഒരു ഫീൽഡിൽ വരുന്നതാണ്, ആ ഒരു കൾട്ടിവേഷൻ രീതി വരുന്നതാണ്. അപ്പം ക്രോപ്സിൽ ഇവർ പ്രധാനമായും 5 ഇതാണ് എടുക്കുന്നത്. ഇനി പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട്, അവർക്ക് ചില പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട്. അതാണ് പ്രധാനമായും റബ്ബർ. നമ്മുടെ ഇടയിലും പണ്ട് വ്യാപകമായി ഉണ്ടായിരുന്നൊരു കൃഷിയായിരുന്നു, പ്ലാന്റേഷൻ ക്രോപ്പായിരുന്നു റബ്ബർ എന്ന് പറയുന്നത്. റബ്ബറിന്റെ കൃഷി കാരണം മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യയാണ് ലീഡിങ് റബ്ബർ പ്രൊഡ്യൂസിങ് കൺട്രീസ് എന്ന് പറയുന്നത്. വേൾഡ് തന്നെ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്നത് മലേഷ്യയും ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. Another plantation crop is palm oil, coconut, sugarcane, coffee, tea, pineapples. ഇതൊക്കെയാണ് പ്രധാനമായി അവർ ചെയ്യുന്നത്. കോക്കനട്ട്, ഷുഗർ കെയിൻ, കോഫി, ടീ, പൈനാപ്പിൾ. അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിയത് അവരുടെ കൾട്ടിവേഷൻ രീതി എങ്ങനെയാണെന്നാണ്. ഇനി അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നും മിസ് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പം അവരെവിടെയായിരിക്കും? അവര് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് സ്റ്റേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ, സെറ്റിൽ ആവാനുള്ള ചാൻസസ് ഉണ്ടോ? നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലേ, പിന്നെ അവര് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബട്ട് എന്നിരുന്നാലും മിസ് പറഞ്ഞല്ലോ, ഒരു ഏരിയയിൽ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവര് ആ ഏരിയയിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. കുറച്ച് നാൾ കഴിയുമ്പം അവർ വീണ്ടും ആ ഏരിയ 1ലേക്ക് എത്തും. വേറൊരു ഏരിയയിൽ നിന്ന് പല ഏരിയകൾ വിട്ടിട്ട് വീണ്ടും എത്താനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇവർക്ക് ഹൗസിങ്, അതായത് സെറ്റിൽമെന്റ് സിസ്റ്റം ഉണ്ട്, അവരിങ്ങനെ താമസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അവരുടെ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കുടിലുകളായിരിക്കും. കുടിലുകൾ ഇല്ല എന്നല്ല, കുടിലുകൾ ഉണ്ട് അവർക്ക്. എന്നിരുന്നാലും ഇത്തിരി അവര് അഡ്വാൻസ്ഡ് ആണ്. കുടിലുകളിൽ ഉള്ളവർ മാത്രമല്ല ഉള്ളത്. അവിടെ മോഡേൺ സിറ്റീസ് ഉണ്ട്. എന്താണ് മോഡേൺ ഹൗസസ് ആൻഡ് സിറ്റീസ് അവിടെ ഉണ്ട്. ചില സ്ഥലങ്ങള് ടൂറിസ്റ്റ് ഡെസ്റ്റിൻഡ് പ്ലേസസും ആണ്. അനദർ ഫീച്ചർ ഈസ് ടൂറിസ്റ്റ് ഇത്തിരി ചെറുതായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഉണ്ട്. അവര് വെറും പ്രിമിറ്റീവ് ഏരിയയിലാ ഉള്ളവരല്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ വൻ കാടുകളാണ്, ഡെൻസ് ഫോറസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. മോഡേൺ സിറ്റീസ് ഉണ്ട്. സിറ്റീസിലെ ഒരു എക്സാമ്പിൾ ആണ്, നമുക്ക് ഫേമസ് അറിയാവുന്നതാണ് സിംഗപ്പൂർ, ജക്കാർത്ത, മലേഷ്യ ആൻഡ് ഈസ്റ്റേൺ ബ്രസീല്, ഇക്വിറ്റസ്. ഈ ഒരു സിറ്റീസ് ഒക്കെ അവിടുത്തെ മോഡേൺ സിറ്റീസിൽ ഫേമസ് ആണ്. ഏതൊക്കെയാണ്? സിംഗപ്പൂര്, ഇക്വിറ്റസ്, ജക്കാർത്ത, മലേഷ്യയുടെ കാര്യം മിസ് നേരത്തെ തന്നെ പല കാര്യങ്ങളിലും സൂചിപ്പിച്ചല്ലോ. മലേഷ്യയാണ് എന്ത് ലീഡിങ് റബ്ബർ പ്രൊഡ്യൂസിങ് എന്ന് പ്ലാന്റേഷൻ ക്രോപ്പിന്റെ അവിടെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈസ്റ്റേൺ ബ്രസീൽ. ഇതാണ് ഈസ്റ്റേൺ ബ്രസീൽ. എന്താ ഈസ്റ്റേൺ ബ്രസീൽ? പിന്നെന്തായിരുന്നു മിസ് എഴുതിയിരുന്നത്? മലേഷ്യ.
മലേഷ്യ. ഇതാണ് അവിടുത്തെ മോഡേൺ സിറ്റീസ് ആയിട്ട്. ഇതിപ്പോ വെൽ പ്ലാൻഡ് സിറ്റീസ് ആൻഡ് ഏരിയസ് ആണ്. ആൻഡ് ഓൾസോ ടൂറിസ്റ്റ് സ്പോട്ടുകളുമാണ്. ഇപ്പം അവിടുത്തെ കൾട്ടിവേഷൻ രീതികളും പറഞ്ഞു, അവിടുത്തെ ഹൗസിംഗ് സിസ്റ്റംസ് പറഞ്ഞു, അവിടുത്തെ മോഡേൺ സിറ്റീസിനെ പറ്റി മിസ് പറഞ്ഞു. ഇനി ആ ഏരിയയില്, അതായത് ഇങ്ങനെ ഈ ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയയില്, സിറ്റീസിലൊക്കെ ഉണ്ട് ഫോറസ്റ്റ് പ്ലസ് സിറ്റി ഏരിയയിൽ ഇങ്ങനെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ചില ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നതാണ്. എന്താണ് ചില ചാലഞ്ചസ്? അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. ഇങ്ങനൊരു നല്ലൊരു ഏരിയയിലാണ് താമസിക്കുന്നത്, എത്രമാത്രം നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്പ്രെഡ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് പെറ്റ്സ്. അതായത് ഇൻസെക്ട്സ് ഒക്കെ എങ്ങനെ വരും? നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെ കൂടുതൽ ട്രീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട്, ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട്, ആ ട്രീസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രാണികളും മറ്റ് ചെറിയ ചെറിയ ബാക്ടീരിയാസും വൈറസും ഇങ്ങനെയുള്ള ഒരു സൂക്ഷ്മ ജീവികളുണ്ടാവും. അതേപോലെ തന്നെ ഇൻസെക്ട് പ്രാണികളൊക്കെ സം ആർ ഡേഞ്ചറസ് ആയിരിക്കും, ചിലത് കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ ഈ ഒരു ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞല്ലോ, അവിടുത്തെ സൺലൈറ്റ് പ്രോപ്പർ അല്ല, അതുകൊണ്ട് തന്നെ ലീവ്സ് ഒക്കെ ഡീകേ ചെയ്യാൻ നല്ല ടൈം എടുക്കും. അപ്പം പല ഡിസീസസ് ഒക്കെ അവർക്ക് വരും. As germs and bacteria more easily transmitted through moist air, this leads to a widespread occurrence of disease in the region. എന്താണ് occurrence of diseases. എന്താണ് ഡിസീസസ്? പല രോഗങ്ങൾ ഉണ്ടാവും. ബിക്കോസ് അവിടെ മരങ്ങൾ ഇങ്ങനെ തിക്കായിട്ട് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അനദർ ഒരു ഡിഫിക്കൽട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസെക്ട് വരുമ്പോൾ ക്രോപ്സിനൊക്കെ അവരൊരു കൾട്ടിവേഷനെ തന്നെ, ആളുകളുടെ കൃഷി രീതിയെ തന്നെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. കാരണം ഈ പല ഇൻസെക്റ്റ് ഒക്കെ വന്ന് ഈ കൃഷിയൊക്കെ നശിപ്പിക്കും. പ്ലാന്റ്സും ചെറിയ ചെറിയ ഇതൊക്കെ അതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. സ്പ്രെഡ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് പെറ്റ്സ് ഇറ്റ്സ് ഓൾസോ ഹാർംഫുൾ ടു ക്രോപ്സ്. ക്രോപ്പിനും അത് ഹാർംഫുൾ ആണ്. അനദർ ചലഞ്ച് ഈസ് ഡിവോർഡ് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്. അതെന്തുകൊണ്ടാവും? അവിടെ എല്ലാം ഇങ്ങനെ ട്രീസ് ആണെന്നല്ലേ മീൻസ് പറഞ്ഞത്. എപ്പോഴും അത് ഓർമ്മ വേണം. ട്രീസ് ആയതുകൊണ്ട് തന്നെ ട്രീസ് ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ്. ട്രീസ് ഇത് നമുക്ക് ഇത്തിരി ചെറിയ ചെറിയ പുൽവർഗ്ഗങ്ങളൊക്കെ. അപ്പൊ ട്രീസ് ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കും. അവിടെ ഒരു ഡെവലപ്മെന്റ് വരണം. ബേസിക് കമ്മ്യൂണിറ്റീസ് ആയ ഹോസ്പിറ്റല്, സ്കൂള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ ട്രീസ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറെഡി കൃഷിയുടെ ഭാഗമായിട്ട് ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ അവിടെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് തന്നെ കാരണം. അപ്പം അങ്ങനെ വരുമ്പോൾ ബേസിക് ഒരു ഫെസിലിറ്റീസ് പോലും പലപ്പോഴും കിട്ടത്തില്ല. അല്ലെ ഈ ട്രീകളെ മുറിക്കാതെ തന്നെ ഒരു അനദർ മെത്തേഡ് ചൂസ് ചെയ്യേണ്ടി വരും, അനദർ ടെക്നോളജി ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരും. Devoid of basic amenities, it is too difficult and expensive to construct and maintain roads and railway lines through these dense forest. എന്താണ് മിസ് പറഞ്ഞത്? ഈ ഡെൻസ് ഫോറസ്റ്റ് വഴി റെയിൽവേ ലൈൻസോ റോഡ്സോ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയേ അല്ല. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് എന്നാണ് പറഞ്ഞത്. ടു ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പം ബേസിക് കമ്മ്യൂണിറ്റീസ് അവർക്ക് അവിടെ ഫെസിലിറ്റി ഉണ്ടാകത്തില്ല. അനദർ റീസൺ ഈസ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഫോറസ്റ്റ് ഡിറ്റോറിയേഷൻ. അതാണ് നമ്മൾ പറഞ്ഞല്ലോ, ഷിഫ്റ്റ് കൾട്ടിവേഷൻ വഴി ഉണ്ടാവുന്നൊരു ഡീമെറിറ്റ് ആണിത്. ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അവർ ബേൺ ചെയ്യുന്നു, ആ ഏരിയയ്ക്ക് അബാൻഡൻ ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ
ട്രീസ് കട്ടിങ് ആണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ഫോറസ്റ്റ് ഡെൻസ് എന്ന രീതിയിൽ നിന്ന് ചിലപ്പോൾ മാറുന്നേ വരുള്ളൂ. ആ ഏരിയ കുറയുന്നുണ്ട്, ഡെൻസ് ആയിരിക്കുന്ന ഫോറസ്റ്റിന്റെ ഏരിയ കുറയുന്നുണ്ട്. അതാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, urbanization, destroying these forests and mining are അല്ല, മൈനിങ് അവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് ഈസ് അഗ്രികൾച്ചർ ആണ് റീസൺ. അഗ്രികൾച്ചർ ആണ് ഫസ്റ്റ് റീസൺ. Another reason is construction. എന്താണ് കൺസ്ട്രക്ഷൻ? കൺസ്ട്രക്ഷൻ അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് പറഞ്ഞില്ലേ, ചില മോഡേൺ സിറ്റീസ് ഒക്കെ ഉണ്ട് ഡെൻസ് ഫോറസ്റ്റ് ആണെങ്കിലും അതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ അത് കുറച്ച് ഏരിയാസ് വളർന്നിട്ടുണ്ടാവും, കുറച്ച് ഏരിയാസ് അത്ര ബേസിക് കമ്മ്യൂണിറ്റി പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് അർബനൈസേഷൻ ഇതെല്ലാം ഈ ഡെൻസ് ഫോറസ്റ്റിന്റെ ഏരിയ കുറയ്ക്കുന്നു. അതായത് ഫോറസ്റ്റ് കട്ട് ചെയ്യാനുള്ള റീസൺസ് ആണ്, ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം ഉണ്ടാവുന്ന റീസൺ ആണ്. അപ്പം മിസ് എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ് പറഞ്ഞത്? മെയിൻലി മിസ് പറഞ്ഞ 3 എണ്ണമാണ്. ഫസ്റ്റ് ഈസ് ഇൻസെക്റ്റും പെസ്റ്റിന്റെ ഒക്കെ ഒരു ഹാർംഫുൾ ഇഫക്റ്റ് അവിടെ ഉണ്ടാവും. അത് ക്രോപ്സിലാണെങ്കിലും ഹ്യൂമൻസിലാണെങ്കിലും അതുണ്ടാവും. അനദർ ഈസ് ബേസിക് കമ്മ്യൂണിറ്റി പോലും പലപ്പോഴും പല ഏരിയാസിലും ഇല്ല. അനദർ ഈസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അത് അർബനൈസേഷൻ ആവാം, അല്ലെങ്കിൽ മോഡേൺ കൺസ്ട്രക്ഷൻസ് ആവാം, അല്ല അഗ്രികൾച്ചർ തന്നെ ആവാം പലപ്പോഴും ഉള്ളത്. അപ്പം ഇന്ന് ഈ ഒരു സെക്ഷനിൽ മിസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇക്വറ്റോറിയൽ എഴുതാമേ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയണിലെ നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയായിരുന്നു നമ്മൾ ഫസ്റ്റില് ഡിസ്കസ് ചെയ്തത്. അതില് ആനിമൽസ് എങ്ങനെയാണെന്നും ബേർഡ്സിന്റെ ഏതൊക്കെയാണെന്നും അവരുടെ ലൈഫ് എങ്ങനെയാണെന്നും. സോ പറഞ്ഞാൽ ആനിമൽസ് അവിടെ കൂടുതലും ട്രീസിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആനിമൽസിനെ എന്താണ് വിളിക്കുന്നത്? കമന്റ് ബോക്സിൽ ഇടണേ. അതേപോലെ തന്നെ മിസ് പറഞ്ഞു അവിടുത്തെ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ വളരുന്നു എന്നും പറഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ്, മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അവിടുത്തെ അവരുടെ ഒരു കൃഷി ജീവിതം, അവരുടെ ആക്ടിവിറ്റീസ്, ജോബ് എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ അവരുടെ ഹൗസസ് എങ്ങനെയാണെന്നും, ഒരു പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല, മോസ്റ്റ് മോഡേൺ സിറ്റീസും ഉണ്ട്. പിന്നീട് നമ്മൾ കണ്ടു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിൽ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ്, അതായത് അവരെന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഈ ഒരു ഡെൻസ് ഫോറസ്റ്റ് അവരും തമ്മിലുള്ള ഒരു ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തു. അപ്പം ഈ സെക്ഷന് സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ മിസ് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻറ്റുമാണ് ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിസ് ഒന്നുകൂടി എല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുകയും ചെയ്യുന്നത്. അപ്പം മക്കൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിസ് ഇനി വരുന്ന സെക്ഷനിൽ അടുത്തൊരു റീജിയനെ പറ്റി, അവിടുത്തെ ഏരിയയിലെ ഒരു ക്ലൈമാറ്റിക് രീതികളെ പറ്റിയൊക്കെ പറയുന്നതാണ്. ഡൗട്ട്സ് ഉള്ളവർ മിസ്സിൻ്റെ ഈ വീഡിയോസും കഴിഞ്ഞ വീഡിയോസും ഒന്നുകൂടി കാണാം. ഈ ചാപ്റ്റർ അങ്ങ് സെറ്റാക്കി വിട്ടേക്കണം. അപ്പം ഓക്കെ ഫ്രണ്ട്സ്.